വീണ വിജയനും എക്സാലോജിക്കിനുമെതിരായ ROC കണ്ടെത്തലുകൾ രാഷ്ട്രീയ പ്രേരിതം എന്ന വാദമുയർത്തി CPMന്റെ പ്രതിരോധം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ അന്വേഷണം പ്രഹസനമാണെന്നും ആവശ്യപ്പെട്ട എല്ലാ രേഖകളും എക്സാലോജിക്ക് നൽകിയിട്ടുണ്ടെന്നും CPM വിശദീകരിക്കുന്നു. എന്നാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയോ EDയോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ROC റിപ്പോർട്ട് പുറത്തുവന്നതോടെ വീണ വിജയൻ വാങ്ങിയത് കൈക്കൂലിയാണെന്ന് തെളിഞ്ഞുവെന്ന് BJP ആരോപിച്ചു. വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. CMRLന് സേവനം നൽകിയതിന്റെ തെളിവുകളില്ല എന്നും എക്സാലോജിക് നൽകിയ രേഖകളിൽ പല കാര്യങ്ങളും മറച്ചുവെച്ചുവെന്നും ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ROC റിപ്പോർട്ടിലുള്ളത്. സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളി CPM നേതൃത്വം രംഗത്തു വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചു. ആവശ്യപ്പെട്ട എല്ലാ രേഖകളും എക്സാലോജിക് നൽകിയിട്ടുണ്ടെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും AK ബാലനും വ്യക്തമാക്കി. ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ഇതിൽ ഫ്രോഡില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ പ്രൈമ ഫേസി ഫൈൻഡിങ്സ് ആണ്. കാരണം അതുകൊണ്ടാണ് 212 നോട്ടീസ് കൊടുക്കാതിരുന്നത്. അഴിമതിയില്ല എന്നുള്ളത് വിജിലൻസ് കോടതിയുടെ ഫൈൻഡിങ്സ് ആണ്. അതിനെതിരായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കോ നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നാൽ രാജ്യത്ത് സാമ്പത്തിക ക്രമക്കേടുകൾ EDയും അഴിമതി കേസുകൾ CBIയുമാണ് അന്വേഷിക്കേണ്ടത് എന്നിരിക്കെ കമ്പനികാര്യ മന്ത്രാലയം ഈ കേസ് അന്വേഷിക്കുന്നത് കേന്ദ്രവും CPMും തമ്മിലെ ധാരണയുടെ പുറത്താണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതിനാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയോ EDയോ അന്വേഷിക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും. കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും. അത് തന്നെ ഇവർ തമ്മിലുള്ള ഏർപ്പാടിൻ്റെ ഭാഗമാണ്. അതേസമയം ROC റിപ്പോർട്ട് പുറത്തുവന്നതോടെ വീണ വിജയൻ വാങ്ങിയത് കൈക്കൂലിയാണെന്ന് തെളിഞ്ഞുവെന്നും മുഖ്യമന്ത്രി നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ് BJPയുടെ ആരോപണം. ഈ വാങ്ങിയ പണം കൈക്കൂലിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയുണ്ട്. കാരണം അങ്ങനെ ആവശ്യപ്പെടുന്നത് തന്നെ അപമാനമാണ്. എക്സാലോജിക്കിനെതിരായ തെളിവുകളും അന്വേഷണ റിപ്പോർട്ടുകളും പുറത്തുവരുമ്പോൾ സഭാ സമ്മേളനത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളവും ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ പ്രധാന ആയുധമായി പ്രതിപക്ഷത്തിന് വീണ വിജയൻ മാറുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.